പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റ് കഴിഞ്ഞു. ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഏറ്റവും സൗന്ദര്യമെന്ന് പറയുന്നത് ഭരണപക്ഷവും ആ ഭരണപക്ഷത്തെ വരച്ച വരയിൽ നിർത്താൻ കെൽപ്പുള്ള പ്രതിപക്ഷവും കൂടെ ഉണ്ടാകുമ്പോഴാണ്. കഴിഞ്ഞ 10 വർഷക്കാലം ഇന്ത്യയെ ഈ വിധത്തിൽ ആക്കി തീർത്തതിൻ്റെ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ആക്കി തീർത്തതിനുള്ള കാരണം ഒരുപക്ഷെ അവരെ നിയന്ത്രിക്കാൻ, ഭരണപക്ഷത്തിരിക്കുന്നവരെ നിയന്ത്രിക്കാൻ ഒരു പ്രതിപക്ഷമില്ല എന്നുള്ളത് തന്നെയായിരിക്കാം. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് കഴിഞ്ഞപ്പോഴാണ് പല ആളുകളും ഇന്ത്യയിൽ ഇതുവരെ ഒരു നാഥനില്ലാ കളരിയായിരുന്നു എന്ന് പലർക്കും മനസ്സിലായതും അറിഞ്ഞതും. കാരണം ആ വിധം നമ്മുടെ നാടിനെ വർഗീയപരമായി, മതപരമായി, ജാതിപരമായി അഴിമതിയും കൊള്ളയും നടത്തിക്കൊണ്ട് നമ്മുടെ നാടിനെ മുടിപ്പിച്ചു ഒരു സംഘം കൊള്ളക്കാർ. കാരണം അവരെ നിയന്ത്രിക്കാൻ ആരുമില്ല. പക്ഷെ ഇനി തുടർന്നുള്ള കാലം അങ്ങനെയല്ല. ഭരണപക്ഷത്തിന്റെ ഓരോ കുറവുകളും തെറ്റുകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ നിരന്തരം വേട്ടയാടുക തന്നെ ചെയ്യേണ്ട ഉത്തരവാദിത്വം രാഹുൽ ഗാന്ധിക്കും അതുപോലെ തന്നെ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്നവർക്കുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഇത് രണ്ടും കട്ടക്ക് നിൽക്കുമ്പോഴാണ് ഒരു നാട്, ആ നാട്ടിൽ ജീവിക്കുന്ന പൗരന്മാർക്ക് കിട്ടേണ്ട അവകാശങ്ങളും അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളും, ഒരു നാടിനെ, ആ നാട്ടിൽ ജീവിക്കുന്ന പൗരന്മാർക്ക് സുഖകരമായ ജീവിതം ലഭിക്കുന്നതുമൊക്കെ രണ്ടും ഒരുപോലെ ഉള്ള സമയത്താണ് അത് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം നമ്മളൊക്കെ പറയും കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, കേരളത്തിലെ ജീവിതം വളരെയധികം ദുരിതം നിറഞ്ഞതാണ്. ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ ഓരോ മോശം നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ഒരു കണക്കിന് നമ്മൾ നോക്കുമ്പോൾ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്നവർക്കുമുണ്ട്. നമ്മൾ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നമ്മൾ അത് ഭരണപക്ഷത്തിരിക്കുന്നവര് ശരിയല്ല, മുഖ്യമന്ത്രി ശരിയല്ല, അല്ലെങ്കിൽ മന്ത്രിസ്ഥാനത്തിരിക്കുന്നവർ ശരിയല്ല, പാർട്ടിക്കാർ ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാം ഭരണപക്ഷത്തിന്റെ തലയിലേക്ക് ഇടുമ്പോൾ, ജനാധിപത്യ സംവിധാനത്തിൽ ഭരണപക്ഷത്തിന്റെ ഓരോ കുറവുകളും ചൂണ്ടിക്കാണിക്കാനും അതിനെതിരെ ശബ്ദമുയർത്താനും നമ്മൾ തന്നെ നിയോഗിച്ചയച്ചവരാണ് പ്രതിപക്ഷത്തിരിക്കുന്നവര്. അവരൊന്ന് ഉറങ്ങിയാൽ ഭരണത്തിരിക്കുന്നവർ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ നാടിന്റെ ഖജനാവ് കട്ടുമുടിക്കും. അതുകൊണ്ട് പ്രതിപക്ഷത്തിരിക്കുന്നവർ ഭരണപക്ഷത്തിരിക്കുന്നവരെക്കാൾ ജാഗ്രതയോടുകൂടെ തന്നെ തങ്ങളുടെ ജോലി, തങ്ങളുടെ ദൗത്യം അവർ ചെയ്തിരിക്കണം. ഒന്ന് കണ്ണു തെറ്റിയാൽ മതി, മുഴുവൻ അടിച്ചു മാറ്റിക്കൊണ്ടുപോകും. കാരണം അത്രയും വലിയ കള്ളന്മാരാണ് രാജ്യത്തിന്റെ താക്കോല് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പൊ പ്രതിപക്ഷത്തിരിക്കുന്നവർക്കാണ് ഇരിക്കുന്നവരെക്കാൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങളുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്, ജനാധിപത്യ സംവിധാനത്തിൽ ഇത് രണ്ടും ഉണ്ട് എന്നതുകൊണ്ടാണ് ജനാധിപത്യ സൗന്ദര്യം ഇതിലൂടെയാണ് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ ഏതായിരുന്നാലും കഴിഞ്ഞ കാലത്ത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിനെ ഈ വിധത്തിലാക്കി ഇങ്ങനെ ഒരു ഭരണ സംവിധാനം ആക്കിയിട്ടുണ്ടെങ്കിൽ ഇനി അത് ആദ്യം മുതൽ എല്ലാം തുടച്ചു നീക്കിയിട്ട് കൃത്യമായ ജനാധിപത്യം എന്താണെന്ന് പൗരന്മാർക്ക് കാണിച്ചു കൊടുക്കുക എന്നൊരു വലിയ ഉത്തരവാദിത്വം രാഹുൽ ഗാന്ധിക്കും അതുപോലെ തന്നെ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്നവർക്കുമുണ്ട്. രാജ്യത്തിന് അങ്ങനെ ആർക്കും തീറെഴുതി കൊടുക്കരുത്. രാജ്യത്തിലെ ഓരോ പൗരന്മാരെയും അത് വർഗീയപരമായിട്ടും മതപരമായിട്ടോ അല്ലെങ്കിൽ ജാതിപരമായിട്ടോ ഒന്നും വേർതിരിക്കേണ്ടവരല്ല. എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കാണണം. ഈ രൂപത്തിൽ നമ്മുടെ നാടിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന രാഹുൽ ഗാന്ധിക്കും അതുപോലെ തന്നെ സഹപ്രവർത്തകർക്കും മറ്റു ജനപ്രതിനിധികൾക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.